എല്ലാം ഞാൻ കേട്ടു. ചെറിയൊരു സംശയമുണ്ട്. ചോദിക്കുന്നതിൽ വിരോധമില്ലല്ലോ? ഇനി ഡോക്ടർ റാണി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആവുമ്പോ സ്വന്തം താല്പര്യം മുൻനിർത്തി ഡോക്ടർ ആഗ്നസിനെ കറിവേപ്പില പോലെ എടുത്ത് കളയുമോ നിന്റെ ഈ ഡോക്ടർ സുധാകർ? ഞാൻ പിന്നെ വിളിക്കാം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. മോളല്പം വൈകും. സുധാകരനോട് പൊക്കോളാൻ പറഞ്ഞു. അല്ല, അത് ഓ, അവള് നേരിട്ട് പറഞ്ഞില്ല അല്ലേ? സാരമില്ല, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. എന്താണെന്ന് വെച്ചാല് എനിക്ക് ഇടവക പള്ളിയില് ചെറിയൊരു നേർച്ചയുണ്ട്. വളരെ മുമ്പേ നേർന്നതാ. ഇപ്പോഴാ അതിന്റെ ഫലം കിട്ടിയത്. കർത്താവിന്റെ തുണ. എന്താ സാർ സാറിന് ഇത്രയും വലിയ നേർച്ച? അതൊരു വെറും നേർച്ചയല്ല, എന്റെ മോളുടെ ജീവിതം തന്നെ നേരെയാവാനുള്ള നേർച്ചയാണ്. ഡോക്ടർ സുധാകർ, യു നോ വാട്ട്? ഇന്ന് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പിതാവാണ് ഞാൻ. കാരണം ദൈവകൃപ കൊണ്ട് എന്റെ മോളുടെ മനസ്സ് മാറിയിരിക്കുന്നു. എന്റെ ആഗ്നസ് പുതിയൊരു ജീവിതം തുടങ്ങാൻ തീരുമാനിച്ചു. പുതിയൊരാളെ മാരേജ് ചെയ്യാനോ? ഗുഡ്, വളരെ നല്ല കാര്യമാണല്ലോ. അതെ, പക്ഷേ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് മാത്രം പുതിയതല്ല, പഴഞ്ചന. പ്രേം ശങ്കർ. സുധാകരൻ എന്തു തോന്നുന്നു സ്വന്തം കൊളീഗിനെ പറ്റി? അവളുടെ പഴയ വിവാഹ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിൽ സന്തോഷം തന്നെയല്ലേ? പിന്നെ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഹാപ്പി ന്യൂസ്, എ റിയലി ഹാപ്പി ന്യൂസ്. പക്ഷേ സുധാകരൻ അത്ര ഹാപ്പി അല്ലാത്തൊരു ന്യൂസ് കൂടി അതിനോടൊപ്പമുണ്ട്. ആഗ്നസ് പറയുന്നത് കേട്ടു, നിങ്ങളുമായിട്ടുള്ള അസോസിയേഷൻ വിടണമെന്ന്. അല്ല, കുറെ നാളായില്ലേ നിങ്ങളുടെ ഈ കൂട്ടുകെട്ട്? അവൾക്ക് മടുത്തു കാണും. ഞാനും പ്രേംശങ്കറും കൂടെ അവൾക്കൊരു പുതിയ ഹോസ്പിറ്റൽ കെട്ടിക്കൊടുത്താലോ എന്നാണ് ആലോചന. അപ്പോ സുധാകർ പോവുകയല്ലേ? ഞാനും മോളും കൂടെ അല്പം ഫാമിലി മാറ്റർ സംസാരിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. എന്തായി കാര്യങ്ങൾ? പ്രശ്നം വല്ലതും ഉണ്ടായോ? തക്ക സമയത്ത് സെറീന പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ പെട്ടുപോയല്ലേ. എസ്റ്റേറ്റ് ചെക്ക് പോസ്റ്റിൽ എന്നെ കൊടുക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു അവർ. പേപ്പറില്ലാതെ അനധികൃതമായ വണ്ടി കച്ചവടമെന്ന ചാർജ് എഴുതാൻ വച്ചിരുന്നെന്നാ തോന്നുന്നത്. പക്ഷേ സെറീനയുടെ മുന്നറിയിപ്പ് കൊണ്ട് ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പ് ഞാൻ വഴിമാറി കളഞ്ഞു. മധുചേട്ടൻ തൽക്കാലം രക്ഷപ്പെട്ടെന്നേ ഞാൻ പറയൂ. അറിയാം, ആ മെൽവിൻ എനിക്കെതിരെ കളത്തിലിറക്കിയിരിക്കുന്നത് ആരെയെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അവൾ അങ്കിളെന്ന് ഓമന പേരിട്ട് വിളിക്കുന്നത് ഒരു ഡിവൈഎസ്പിയാ. പേര് തമ്പാൻ ചേറായി. ഡിവൈഎസ്പി തമ്പാൻ ചേറായി. ഞാൻ അയാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കേട്ട കഥകൾ വെച്ച് നോക്കുമ്പോ കാക്കിയിട്ട ക്രിമിനൽ അയാള്. മധുചേട്ടൻ കൂടുതൽ സൂക്ഷിക്കണമെന്ന് എന്റെ അഭിപ്രായം. അതിൽ കാര്യമൊന്നുമില്ല. ഇതിനേക്കാൾ വലിയ ഏമാമാരെ കണ്ടിട്ടുള്ളതാ മധു. കുറച്ചു കാലം അല്പം ഒതുങ്ങിയെന്ന് കരുതി പഴയ ഗുണ്ടയുടെ കുപ്പായമെടുത്തിടാൻ എനിക്കധികം സമയമൊന്നും വേണ്ട. അതാണ് അവൾക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാനാ എന്റെ ശ്രമം. ഒക്കെ അറിയാം മധുചേട്ടാ. പക്ഷേ ഇത്രയും മനസ്സുറപ്പുള്ള മധുചേട്ടൻ മെൽവിന്റെ മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയായിരുന്നു. അതാണ് കഷ്ടം. അത് പണ്ട്. ഇന്ന് ഞാൻ മറ്റൊരു മധുവാ, യഥാർത്ഥ മധുസൂദനൻ. ആയുസിന് വലിയ ഗ്യാരണ്ടിയൊന്നും അന്നും ഇന്നും ഞാൻ കൽപ്പിച്ചിട്ടില്ല. ഇപ്പോൾ എന്റെ തൊഴിൽ തടസ്സപ്പെടുത്തി എന്നെ കുടുക്കാനുള്ള ശ്രമം കൂടിയാൽ ഇനി അവളോട് ക്ഷമിക്കണ്ടെന്നാ എന്റെ തീരുമാനം. അതിനാ ഞാനിപ്പോ ഇവിടേക്ക് വന്നത്. സെറീന പറയ്, എവിടെ അവൾ, ആ മെൽവിൻ?
മെൽവിൻ അവളെ മാത്രമല്ല, അവൾക്ക് ഒത്താശ പാടുന്ന മറ്റൊരുത്തനുണ്ടല്ലോ ഇവിടെ, അവനെയും കാണണം. എനിക്ക് തടസ്സം നിൽക്കുന്ന ഒരാളെയും ഇനി വച്ചു പൊറിപ്പിക്കണ്ടെന്നാ എന്റെ ഉദ്ദേശം. മെൽവിൻ ഇവിടെ ഇല്ല, ഓഫീസിൽ നിന്ന് നേരത്തെ പോയി. മധുചേട്ടൻ എന്നെ വിശ്വസിക്ക്, മെൽവിൻ ഇവിടെ ഇല്ല. സെറീനെ ഞാൻ വിശ്വസിക്കും. പക്ഷെ എവിടെ പോയാലും അവൾ എവിടെയാണെന്ന് അറിയാവുന്ന മറ്റൊരുത്തനുണ്ടല്ലോ ഇവിടെ. എനിക്ക് കാണേണ്ടത് അവനെയാ, ആ കുമാറിനെ.